അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഉഷ. GCDA എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം കഴിഞ്ഞ 4-ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ നടപടിക്ക് വിധേയമായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷ കഴിഞ്ഞ 10-ാം തീയതി വരെ ഹാജറിൽ ഒപ്പിട്ടതിന്റെ രേഖകളാണിത്. കഴിഞ്ഞ ദിവസവും അവർ ജോലിക്കെത്തിയിരുന്നതായി വ്യക്തമാകുന്നു. സുപ്രധാന വിഷയമായിട്ടും നടപടി വൈകിയത് എന്തുകൊണ്ടെന്നാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വന്ന കാലതാമസമാണെന്നും ഇന്നലെ വൈകിട്ട് സസ്പെൻഷൻ ഉത്തരവ് ഇറങ്ങിയതായും ചന്ദ്രൻപിള്ള വ്യക്തമാക്കി. നേരത്തെ ഉദ്യോഗസ്ഥയുടെ സസ്പെൻഷൻ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ GCDA എംപ്ലോയീസ് യൂണിയൻ CATUവിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ സമ്മർദ്ദങ്ങളാണ് തുടക്കത്തിൽ നടപടി നടപ്പാകാതിരിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. സ്റ്റേഡിയത്തിൽ മൃദംഗവിഷം നടത്തുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം നടത്തേണ്ട GCDA വലിയ വീഴ്ചയാണ് വരുത്തിയതെന്ന് ബോധ്യമായിരുന്നു. സംഘാടകരുടെ അനാസ്ഥയുടെ ഫലമായി ഉമാ തോമസ് MLAക്ക് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ സ്റ്റേഡിയം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളുടെ കളർ കോപ്പി മാധ്യമങ്ങളിൽ വന്നതിൽ 3 ഉദ്യോഗസ്ഥരോട് GCDA വിശദീകരണം തേടി. മൃദംഗവിഷന് സ്റ്റേഡിയം നൽകേണ്ടെന്ന് ആദ്യം നിലപാടെടുത്ത എസ്റ്റേറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് പ്രതികാര നടപടിയെന്നോണമാണ് വിശദീകരണ നോട്ടീസ്. എസ്റ്റേറ്റ് ഓഫീസർ, സൂപ്രണ്ടന്റ്, സീനിയർ ക്ലർക്ക് എന്നിവരോട് 5 ദിവസത്തിനകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ നിലപാട് മറികടന്ന് ചന്ദ്രൻപിള്ള മുൻകൈയെടുത്ത് മൃദംഗവിഷന് അനുമതി നൽകിയതിന്റെ രേഖകൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് GCDA വലിയ പ്രതിരോധത്തിലായിരുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് തള്ളിക്കയറി പ്രതിഷേധിക്കുകയും ചെയ്തു. വിഷയത്തിൽ അഴിമതി ആരോപിച്ച് കൊച്ചി സ്വദേശി ചെഷയർ ടർസൻ നൽകിയ പരാതി വിജിലൻസിന് മുൻപിലാണ്. യസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.